നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈംസ്റ്റോപ്പ് ആപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഓപ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെരിഫയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ടൈംസ്റ്റോപ്പിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെരിഫയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ് KYC ക്രൗഡ് എന്ന് പറഞ്ഞ സംഭവം. KYC ക്രൗഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈംസ്റ്റോപ്പിലെ AI ആണ് നമ്മുടെ KYC സാധാരണ ചെക്ക് ചെയ്യാറ്. അപ്പോൾ AI ചെക്ക് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ 3 പ്രാവശ്യത്തെ കൂടുതൽ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ആ ID ഡോക്യുമെൻറ്റ് KYC ക്രൗഡിന് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ 10 വെരിഫയർ, ആ സെയിം കൺട്രിയിലുള്ള 10 വെരിഫയേഴ്സ് ഈ ID-യുടെ ഇൻഫർമേഷൻ നോക്കും. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ID കവർ ചെയ്യണം, അതിൻ്റെ ID നമ്പറൊക്കെ കവർ ചെയ്യണം. അപ്പോൾ ഫേസും IDയും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും നോക്കിയിട്ടാണ് ആ വെരിഫയേഴ്സ് ഈ ആൾ തന്നെയാണോ അതെന്ന് മനസ്സിലാക്കണത്. അതായത് KYC വെരിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് 10 പേര് വെരിഫൈ ചെയ്തിട്ട് 7 സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ KYC പാസ്സാവും. അതാണ് KYC ക്രൗഡ്. അപ്പോൾ ഇത് നോക്കണ വെരിഫയേഴ്സിനെ ടോട്ടലി പറയണ പേരാണ് KYC ക്രൗഡ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ വെരിഫയർ എന്ന് പറഞ്ഞ സംഭവമാണ്. വെരിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ നോക്കണ ഒരാളാണ് വെരിഫയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെരിഫയർ ആവാം. അതാണ് പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്നത്. പുതിയ അപ്ഡേറ്റിൽ വെരിഫയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 അറ്റൻഡൻസ് പോയിൻ്റ് വേണം. പിന്നെ നമ്മുടെ KYC ഓൾറെഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. പിന്നെ KYC റീചെക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. പിന്നെ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യണം. ഇനി നമ്മൾ വെരിഫയറിൻ്റെ ബെനിഫിറ്റ്സ്, ഒരു വെരിഫയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സാണ് നമ്മൾ നോക്കാൻ പോണത്. ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരാളുടെ KYC നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, അതായത് മെയിനായിട്ട് AIക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് 3 പ്രാവശ്യം ഫെയിലാവണ ഒരാളുടെ KYC ആണ് നമ്മൾ നോക്കണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ AIക്ക് ഡിറ്റക്റ്റ് ചെയ്യാത്ത ഒരാളുടെ KYC നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, അങ്ങനെ 10 പേര് നോക്കണ്ടാവും. അപ്പോൾ ഒരാൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 24 ടൈം കിട്ടും. പിന്നെ അഡീഷണൽ ബെനിഫിറ്റ്സ് പിന്നെ തരുന്നതാണ് പറയണത്. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ ഈ വെരിഫയറിൽ നിന്ന് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യണതിൻ്റെ റീസൺസാണ് പറയണത്. അതായത് നമ്മുടെ റിസൾട്ട്, നമ്മൾ ചെക്ക് ചെയ്ത റിസൾട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയി കഴിയുമ്പോൾ, ഇപ്പോൾ 9 പേര് അപ്രൂവ് ചെയ്തു, 10ാമത്തെ ആൾ തെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഡിസ്ക്വാളിഫൈ ആവും അയാൾ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു കഴിയുമ്പോൾ, പിന്നെ ഫാൾസ് KYC ഇൻഫെക്ഷൻ, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്. അതായത് പിന്നെ നമുക്ക് നമ്മുടെ ബെനിഫിറ്റ്സൊക്കെ തിരിച്ച് അവരെടുക്കുകയും ചെയ്യും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പിന്നെ വെരിഫയർ ആപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് ഡിസ്ക്വാളിഫൈ ആയാലുള്ള പ്രശ്നം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെരിഫയർ എന്നൊരു സെക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ്. അത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ടൈംസ്റ്റോപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വെരിഫയറിൻ്റെ പോലത്തെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ അടിക്കാൻ പറയും, ഇമെയിൽ അടിക്കാൻ പറയും. അതടിക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID-യിലായിട്ട് ഒരു കോഡ് വരും. ആ കോഡ് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആവും. അപ്പോൾ അപ്രൂവ് ആവാൻ ഏകദേശം 1 വീക്ക് എടുക്കുമെന്നാണ് പറയുന്നത്. 1 വീക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് അപ്രൂവ് ആയോ ഇല്ലയോ എന്നുള്ളത് അവർ മെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വെരിഫയർ സെക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ്. അതായത് ഈ വെരിഫയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം KYC ക്രൗഡിലെ ഒരു മെമ്പറായി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതുകൂടാണ്ട് വേറൊരു അപ്ഡേറ്റും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലാൻഡ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റുമെന്നാണ് പറയണത്. വേർ യു ക്യാൻ ഫ്രീലി ബൈ ഓർ സെൽ ലാൻഡ് എന്നാണ് പറയണത്. അത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഐറ്റം ഡീറ്റെയിൽ, ലാൻഡ് കൗണ്ട്, നമ്മുടെ കയ്യിൽ എത്ര ലാൻഡ് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിലൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അത് നമുക്ക് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അത് പുതിയ അപ്ഡേറ്റ് വന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.